ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. അപ്പം നല്ല മഴയാണ്. ഉച്ചക്കത്തെ ഫുഡും കഴിഞ്ഞ് കിടന്നുറങ്ങി വൈകിട്ട് എണീച്ചപ്പോൾ ഞങ്ങളിത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണേ. ബീച്ചിൽ പോയി ചായ കുടിക്കണമെന്നായിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ പ്ലാൻ മാറ്റി നമ്മൾ നേരെ മീൻ വാങ്ങിക്കാനും കപ്പ വാങ്ങിക്കാനും പിന്നെ കണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങി കേട്ടോ. വരുന്ന വഴി പച്ചക്കറികളും ഉണ്ടായിരുന്നു, അങ്ങനെ അതും വാങ്ങിച്ചു. ഈവനിങ് നമ്മുടെ കോതിപ്പാലം പോയി കഴിഞ്ഞാൽ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ. ഇതേപോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങിയാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കണക്കാണേ. ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം നമ്മൾ എടുത്തിടും. ബട്ട് കമ്പയർ ചെയ്യുമ്പം ഞാനാണ് കുറച്ചുകൂടി ബെറ്റർ. ആ പച്ചക്കറി കടയിൽ ഇല്ലാത്ത സാധനം ഈ ഒരു കടയിൽ കണ്ടപ്പം ആളിത് ഇവിടെയും വന്ന് വാരിയിടുന്നുണ്ട്. പിന്നെ നമ്മുടെ കൈയും ഡിക്കിയും വണ്ടിയും എല്ലാം ഫുള്ളായപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം വീട്ടിൽ കൊടുത്ത് അടുത്ത സെക്ഷൻ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. സോ നമ്മുടെ കണ്ണഞ്ചേരിയുള്ള വാഗൺ മാർട്ടിലോട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് എന്തിനാ എടുത്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്തു. ഈ ഡേറ്റ് വിളക്ക് വെക്കുമ്പോൾ എനിക്ക് എല്ലാ സാധനവും വേണം കേട്ടോ. സോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പൂജാ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ജാനുകുട്ടിയുടെ സെക്ഷനാണ്. ക്രയോൺ സ്കെച്ച് തുടങ്ങിയ പെയിന്റിങ്സിന്റെ ഐറ്റം കണ്ടപ്പം ആദ്യം അതെടുക്കാൻ വേണ്ടി പോയതാണ്. ദയവ് ചെയ്ത് അത് മാത്രം വാങ്ങിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. കാരണം നാട്ടിലുള്ള കളർ പെൻസിൽസ് എല്ലാം അവളെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ചുമരെല്ലാം ചുമർ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. സോ ABCD വാങ്ങിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ കുറച്ച് ചീരയും വാങ്ങി വീട്ടിലെത്തി പുത്രിയുടെ കയ്യിലോട്ട് ഇതേ ABCD കൊടുക്കുന്നുണ്ട്. ഈ എക്സൈറ്റ്മെന്റ് കണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. കാണുമ്പോഴുള്ള 5 മിനിറ്റിലെ കളി, അത് കഴിഞ്ഞാൽ എല്ലാം കഥം. അങ്ങനെ അപ്പയും മോളും അവിടെ കാര്യമായിട്ടിരുന്ന് ABCD പഠിക്കുന്നുണ്ട്. ബട്ട് ഞാനിവിടെ എന്തിനാ വാങ്ങിയെന്ന് എനിക്ക് പോലും അറിയാത്ത സാധനം കൊണ്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ യൂട്യൂബ് എല്ലാം പരതി എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇട്ട് വെച്ചാൽ നല്ല മണം വരുന്ന മാത്രം എനിക്കറിയാം. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ജാസ്മിൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ചെറിയൊരു ബൗളിലോട്ടും റൂമിലോട്ടും ഈ ഒരു കിണ്ണത്തിൽ നമ്മളിതേ ലിവിംഗ് റൂമിലും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വാങ്ങിക്കൊണ്ടുവന്ന മാഗി മിന്നൂസ് ഇവിടെ റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അടുത്ത അംഗം വിട്ട് ഇതിനു വേണ്ടിയാണ് കേട്ടോ. കാരണം ഒരു പ്ലേറ്റിൽ നിന്നാണ് നമ്മൾ എല്ലാവരും കൈയിട്ട് വാരി കഴിക്കാൻ പോകുന്നത്. നല്ല ചൂട് പറന്ന നൂഡിൽസ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കഥകളി കളിച്ചിട്ടാണ് ഗൈസ് ഇത് കഴിച്ചു തീർത്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.